മനുഷ്യൻ്റെ നന്മയോ തിന്മയോ കണക്കാക്കാതെ അവനെ സ്നേഹിക്കുന്നതാണ് ദൈവസ്നേഹം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങളിൽ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നാമും സൽഗുണപൂർണരാകുവാൻ ഉപദേശിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം സ്വഭാവത്തിലും ദൈവത്തെ പോലെ ആകുവാൻ എന്ത് ചെയ്യണമെന്ന് ഈ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, അപ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ പുത്രന്മാരായിത്തീരും. ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്ത് മാതൃക കാണിച്ചു തന്ന ദൈവമാണ്. അതെ, സ്നേഹത്തിൻ്റെ നിത്യമാതൃക നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി നിർവഹിച്ച യാഗാത്മകമായ സ്നേഹം നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടും തോന്നണം എന്ന് 1 യോഹന്നാൻ 3:16 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചുകൊടുക്കേണ്ടതാകുന്നു. Dear beloved faithful, our God is perfect. He wishes all of us to be perfect in Him. So, He sent His Son to sacrifice for us. അതിനാണ് പിതാവ് പുത്രനെ മാനവരാശിയുടെ പാപം മോചിച്ച് നമ്മെ രക്ഷിച്ച് പുത്രനെ പോലെയാക്കുവാൻ അയച്ചത്. ഈ ലോക ജീവിതം കൊണ്ട് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്. ആ ലക്ഷ്യത്തിലെത്തിയെങ്കിൽ നിത്യത നമുക്ക് ആഗ്രഹിക്കാം. അതിനായുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായി ഉണ്ടായാൽ ജീവിതം ധന്യമായി. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.